ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാണ് മുത്തുമണികളെ, നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കൊക്കെ ഭയങ്കര കുറവാണ്, ലൈക്കും കമൻറ്റൊക്കെ കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാം. ഒരു ലൈക്കല്ലേ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ ഇത് മോന് സ്കൂളിൽ നിന്ന് കിട്ടിയൊരു കഴിഞ്ഞ വർഷം കേട്ടോ, മോന് സ്കൂളിൽ നിന്ന് കിട്ടിയൊരു തെയ്യായിരുന്നു കേട്ടോ. മറ്റേ ആന്തച്ചക്കയുടെ ആണ് കേട്ടോ. ആന്തച്ചക്കയല്ല, സീതപ്പഴം. അപ്പോൾ അതിൽ പൂവ് ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അതങ്ങനെ കരിഞ്ഞു പോകട്ടെ വെയിൽ കൊണ്ട്. പിന്നെ ഇത് ഇപ്പോൾ രാവിലെ പാത്തോസിന് പഴം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നുറുക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിച്ചോളും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അവളെ എണീറ്റിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ ഇപ്പം ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം തിളപ്പിച്ചെടുക്കണം. ഇതാകുമ്പോൾ ഒറ്റ വിസിലങ്ങോട്ട് കാര്യം കഴിയും കേട്ടോ. വേഗം തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അധികം നേരം നമുക്ക് ഗ്യാസ് കളയേണ്ട ആവശ്യം വരില്ല. പിന്നെ ബാത്തൂസ് എണീറ്റ് വന്ന് എൻ്റെ ഒക്കത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നെന്താണെന്നറിയില്ല, അല്ലെങ്കിൽ കാലത്ത് എണീറ്റ് വന്നതിന് പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ എന്തോ മൂഡ് ശരിയല്ല കേട്ടോ ആളുടെ, അത് കാരണം ഇന്ന് ഒക്കത്ത് കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വേഗത കുക്കറിൽ മുട്ടയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം പാത്തോസിനൊന്ന് ഇവിടെ ഇരുത്തി ആൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് നമുക്ക് വേഗം ഇതൊന്ന് കുഴച്ചെടുക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എന്തായാലും ചപ്പാത്തി റെഡിയാക്കാനുള്ള പണി നോക്കട്ടെ വെച്ചിട്ട് അങ്ങനെ മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മാവിൽ കുറച്ച് വെള്ളം ഏറിപ്പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് കുഴച്ചപ്പം. അപ്പോൾ അവളെ കൈ പിടിച്ചിട്ടാണ് ഞാനത് വാട്ടിയെടുത്തത്, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നണേ കേട്ടോ. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് പൊടി ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ അപ്പോഴേക്ക് മാവൊക്കെ ഞാൻ കുഴച്ച് സെറ്റ് ചെയ്ത് ഇരിച്ചിട്ടുണ്ട് കേട്ടോ, ഉരുളേക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും സബോളയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടി നാളികേരം അരച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മുട്ടക്കറി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുഴുങ്ങിയ മുട്ടയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഞാനിത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. അപ്പോൾ കൂട്ടാൻ ഇപ്പോൾ കാച്ചുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കാച്ചാൽ വേഗം നമുക്ക് ചപ്പാത്തി അങ്ങോട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട്, കുറച്ചെന്നല്ല കുറേയേറെ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കറണ്ടൊന്ന് പോയും വന്നിങ്ങനെ നിന്ന് കാരണം ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. പിന്നെ തണുപ്പും കൂടി ആകുമ്പോൾ നമുക്ക് രാവിലെ എണീക്കാൻ തന്നെ അങ്ങനെ തോന്നൂലല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുട്ടക്കറി തിളച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം കാച്ചെടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ ആ ദിവസം എന്തായാലും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോകാൻ പറഞ്ഞ ആൾ സമ്മതിക്കണില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങനെ എണീറ്റ് പോയിട്ടോ. പിന്നെ ചപ്പാത്തിയൊക്കെ വേഗം ഇങ്ങോട്ട് പരത്തിയെടുക്കാൻ വെച്ചു. ഇനി വേഗം കറി അങ്ങോട്ട് ആയിട്ടുണ്ടല്ലോ, ഇനി വേഗം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ലൈറ്റായ കാരണം കൊണ്ട് തന്നെ അവർക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല, അല്ലെങ്കിൽ രാവിലെ എനിക്ക് വേഗം അടിച്ച് വാരലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും കേട്ടോ കിച്ചണിലേക്ക് കയറാൻ. നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒന്നിനും നിന്നിട്ടില്ല. നേരെ പല്ലും തേച്ച് അങ്ങനെ കിച്ചണിലേക്ക് കയറുക കേട്ടോ ചെയ്തിട്ടുള്ളത്. നേരം വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു പ്രശ്നം. പിന്നെ എന്താ വെച്ചാൽ പണികളൊന്നും ഇട്ടങ്ങോട്ട് നടക്കൂല്ല, സമയം പോകണതും അറിയില്ല. അപ്പം തന്നെ സമയം ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം ചപ്പാത്തി അങ്ങോട്ട് പരത്തിയെടുക്കാൻ കേട്ടോ. പൊടി എന്താ പറയുക, നനച്ചയിൽ കുറച്ച് വെള്ളം ഏറിയ കാരണം കൊണ്ട് തന്നെ പരത്തുമ്പോൾ അങ്ങോട്ട് നല്ലോണം പൊടി ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്. എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ തന്നെ ചപ്പാത്തി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി അങ്ങനെ പരത്തിയെടുക്കട്ടെ. ഇനി വേഗം അങ്ങോട്ട് പരത്തിയെടുത്തിട്ട് നമുക്ക് വേഗം അങ്ങനെ ചപ്പാത്തി പരത്തലൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം പൊടിയൊക്കെ ഒന്ന് തട്ടി ചപ്പാത്തി അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചപ്പാത്തി അങ്ങോട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാനൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ച് വേഗം ചപ്പാത്തി ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ എനിക്ക് അത്രയും നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് ഇത് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്നതിലൊരു ഉപകാരം ഇല്ലാണ്ടായിപ്പോവും. സമയമില്ലാത്തവരാണ്, വീഡിയോ കണ്ട് കമൻറ്റ് ഇടാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെച്ചാലും മതി കേട്ടോ. നിങ്ങൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കുക. പിന്നെ ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ നമ്മളെ കുറച്ച് പേരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ വിലപ്പെട്ട സമയമൊക്കെ കളഞ്ഞ് നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒത്തിരി സ്നേഹം സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ
എന്നും നമ്മുടെ പ്രാർത്ഥനയിൽ അവർ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ചപ്പാത്തി വലിയ കുഴപ്പമില്ലാണ്ട് പരത്തിയെടുക്കാൻ പറ്റി, നല്ലോണം വീർത്തൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഇത് സെറ്റായി. എന്തായാലും നല്ല സോഫ്റ്റുള്ള ചപ്പാത്തി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വെള്ളം കയറിപ്പോയി കാരണം റെഡി ആവില്ല എന്ന്. പിന്നെ ഇതേ മുട്ടക്കറി ഞാൻ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ചായ കൊടുക്കാനായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ അതെങ്ങനെ മുറ്റടിക്കാമെന്ന് വെച്ചിട്ട് വേഗം ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നലെ മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ നല്ലോണം ഇലകളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത്. പിന്നെ ഈ ചെടി ഞാൻ മഴ പെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഇറക്കി വെക്കും, അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് കയറ്റി വെക്കും. അത് വേഗം നാശമായി പോകുന്നുണ്ട് കേട്ടോ, വെള്ളം വല്ലാണ്ട് വരുമ്പോൾ. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഒന്ന് കയറ്റി വെക്കും, പിന്നെ ഇങ്ങോട്ട് ഇറക്കി വെക്കും. അങ്ങനെയായിരുന്നു കേട്ടോ പണി. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഇന്നലെ നല്ല മഴ കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് അത് മതിയാവും. അങ്ങനെ വിചാരിച്ച് ഞാനിതാ ചെടികൾ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വരണം. പിന്നെ മഴ പെയ്താലുള്ള അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുല്ല് കിളിർക്കണത് അറിയില്ല കേട്ടോ, വേഗം വരും. അതിപ്പോൾ നമ്മൾ മഴയില്ലെങ്കിൽ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ നനവ് തട്ടുമ്പോൾ തന്നെ വേഗം എന്ത് പുല്ലെന്ന് പറയാം, കറുകപ്പുല്ല് എന്നാണോ പറയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഒരു സൈസ് പുല്ലാണ്, വേഗം ഹൈറ്റും വയ്ക്കും, പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിളിർത്ത് വരും. പക്ഷെ പറിക്കാൻ സുഖമാണ്, പക്ഷെ മെനക്കെട്ടി ഇരിക്കണം കേട്ടോ അത് പറിക്കാനായിട്ട്. എന്നുവെച്ചാൽ അത്രയ്ക്ക് അധികം ഉണ്ടാവും, ഒരു ചട്ടിയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചട്ടിയിലത്തെ ഒന്നും പറിക്കാൻ വന്നിട്ടില്ല, ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിയതായത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പറിച്ചിട്ട് പിന്നെ അങ്ങനെ അടിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പാത്തൂസ് ഇങ്ങനെ കിടന്ന് കറികൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മി വാ എന്ന് പറഞ്ഞിട്ട് അവളവിടെ TV വെച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം പണി തീർത്ത് അവളുടെ കൂടെ ഇങ്ങനെ പോയിരിക്കണം കേട്ടോ. ചില സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ എന്തായാലും വിചാരിച്ചതിന് വേഗം പണി തീർത്തിട്ട് ഇന്ന് ഒരു നൈറ്റി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നൈറ്റി ഞാൻ അങ്ങനെ ഇടാറില്ല. അന്ന് ഞാനന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, ചുരിദാർ പിറ്റും നൈറ്റിയുടെ പിറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു നൈറ്റി ബാക്കി വന്നിട്ടോ, ബാക്കിയൊക്കെ സെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു നൈറ്റി ചുരിദാർ ടൈപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചത് പിന്നെ ആർക്കും കൊടുക്കാണ്ടിരുന്നു, എനിക്ക് എന്തായാലും ചുരിദാറാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ അടിയിൽ മറ്റേ ഫ്രില്ല് വെക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ നൈറ്റി അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആ നൈറ്റിയുടെ അടിഭാഗം വെട്ടിയിട്ട് പാത്തൂസിന് ഉടുപ്പടിക്കാറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെന്തായാലും നമുക്കതൊന്ന് ഇങ്ങനെ ഫ്രില്ല് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം അടിച്ചു വാരിയൊക്കെ ചെയ്തു, കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല, മുട്ടക്കറി തന്നെയാണ് കേട്ടോ. പിന്നെ അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്, പപ്പടം ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടോ മക്കൾ. അപ്പോൾ എന്തായാലും ഞാൻ തയ്ക്കാതിരിക്കാന്ന് വെച്ചിട്ട് വേഗം അടിച്ചു വാരൽ അങ്ങോട്ട് വേഗം നടത്തി കേട്ടോ. പിന്നെ വേഗം ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞു, പാത്തൂസിനെ കുളിപ്പിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഞാൻ തയ്ക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ തയ്ക്കലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൊത്തമൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ തയ്ക്കാൻ നല്ലോണം അറിയുന്ന ആൾക്കാരാകുമ്പോൾ ഇങ്ങനെയാണോ തയ്ക്കാൻ ചോദിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യം മടി കൊടുത്ത് എന്തിനാ അടി മേടിക്കണം. അപ്പോൾ അതിന് നല്ലത് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അടിയിൽ ഫ്രില്ല് വെക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. അതെ, നെയ്റ്റിയൊക്കെ സെറ്റാക്കി എടുത്ത്, നെയ്റ്റി അല്ല ഉടുപ്പ് അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിൽ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോക്ക് കാരണം കൊണ്ട് എനിക്ക് മൊത്തം അങ്ങോട്ട് അടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അടിഭാഗം ഒന്ന് മടക്കി അടിക്കാനുണ്ട്, ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ അടിച്ചിട്ടേ ഉള്ളൂ. അടിയൊന്ന് മടക്കി അടിക്കണം, ഷേപ്പ് ചെയ്യണം. പിന്നെ നൂലും കഴിഞ്ഞു, കറണ്ടും പോയി വന്ന് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഇത് ഫുള്ളായി അടിച്ചിട്ട് വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആചരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.